നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്ത്, എറണാകുളത്ത് റിനൈ മെഡിസിറ്റിയിൽ ഗ്യാസ്ട്രോ സർജനായി വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന അസുഖത്തിനെ കുറിച്ചാണ്. ഞാൻ മുന്നത്തെ ഒരു എപ്പിസോഡിൽ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, അതായത് ഈ ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസിൽ വരുന്ന അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന നീർക്കെട്ടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, അതായത് വളരെ കാലമായി പാൻക്രിയാസിൽ നീർക്കെട്ട് വന്നാൽ എന്തെല്ലാം സംഭവിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ അസുഖത്തിന് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്, ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്. സോ ഇത് ജന്മനാ ഉള്ള അസുഖമല്ല, പക്ഷേ ഏകദേശം ഒരു 15 മുതൽ 20 വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് ഇത് ആരംഭിക്കുക, ഈ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ കാരണങ്ങൾ നോക്കാം. നമ്മളുടെ നാട്ടിൽ ഏറ്റവും പ്രബലമായി കാണപ്പെടുന്ന കാരണമാണ് ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഈ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസിൽ എല്ലാവരും പറയുന്നു കപ്പ തിന്നുന്നത് കൊണ്ടാണ് പാൻക്രിയാസിൽ ഈ നീർക്കെട്ട് വരുന്നതെന്ന്. പക്ഷേ നമുക്ക് അതിനൊരു കൺവിൻസിങ് എവിഡൻസ്, ഒരു വ്യക്തമായ എവിഡൻസ്, തെളിവുകളില്ല. ഇപ്പോൾ പുതിയ തിയറി എല്ലാം അനുസരിച്ച് ജനറ്റിക്, അതായത് നമ്മളുടെ ജീനുകളിൽ വരുന്ന ജനിതക മാറ്റങ്ങളുള്ള സിസ്റ്റിക് ഫൈബ്രോട്ടിക് ജീൻ എന്നെല്ലാം പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് ജീൻസ് എന്ന് പറയുന്ന ചില ജീനുകൾ, അതെല്ലാം നമുക്ക് ഡോർമെൻ്റായി, നമുക്ക് പ്രകടമായി കാണിക്കുന്നില്ലെങ്കിലും അടിസ്ഥാനപരമായി അതുള്ള രോഗികളിൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് അധികമാണെന്ന് കാണപ്പെടുന്നുണ്ട്. സോ നമ്മളുടെ നാട്ടിൽ ഈ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് വളരെ കൂടുതലാണ്. അതല്ലാതെ തുടർച്ചയായി മദ്യപിക്കുന്നവരിൽ ക്രോണിക് ആൽക്കഹോളിസം, അവരിലും ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പാൻക്രിയാറ്റിക് ഡക്റ്റ്, അതായത് പാൻക്രിയാറ്റിക് നാളി, പാൻക്രിയാസ് ജ്യൂസ് വന്ന് ചെറുകുടലിലേക്ക് കൊണ്ടുപോകുന്ന നാളിയിൽ ചില അബ്നോർമാലിറ്റിയുള്ള പാൻക്രിയാസ് ഡിവിസം മാതിരി അങ്ങനെയുള്ള ചില അബ്നോർമാലിറ്റി ഉള്ളവരിലും ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് കണ്ടിട്ടുണ്ട്. ബാക്കി വളരെ വിരളമായ ചില കാരണങ്ങളാണ്, പിത്തസഞ്ചിയിലെ കല്ല്, അതെല്ലാം ഒരു പ്രധാന കാരണങ്ങളല്ല. സോ ഇതെല്ലാമാണ് ക്രോണിക് ഹൈപ്പർ ട്രൈഗ്ലിസറിഡിയമia, ഹൈപ്പർ കാൽസ്യമia, അതായത് കാൽസ്യത്തിൻ്റെ ലെവൽ ക്രമാതീതമായി ജന്മന കൂടുതലുള്ളവർ. ഫോർ എക്സാമ്പിൾ ഒരു പാരതൈറോയിഡിന് അസുഖമുള്ള ചില രോഗികൾ, അവർക്ക് ഈ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, അവർക്ക് വരാം. ട്രൈഗ്ലിസറൈഡ്, ജന്മന ട്രൈഗ്ലിസറൈഡ് ലെവൽ, ഒരു തരത്തിലുള്ള കൊഴുപ്പാണത്, ഒരു തരത്തിലുള്ള കൊളസ്ട്രോളാണ്, അത് കൂടുതലുള്ളവർക്ക് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം വിരളമായ കാരണങ്ങളാണ്. സോ എന്താണ് ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വന്നാലത്തെ പ്രശ്നം? പ്രധാന പ്രശ്നം വേദന, എപ്പോഴും വേദന, രാത്രിയും വേദന, ഉറങ്ങാനും പറ്റില്ല, ഏത് സമയത്തും വേദന. ഈ വേദന ഈ നെഞ്ചുകൂടിന് താഴെ, ഈ മേൽഭാഗത്ത്, വയറിൻ്റെ മേൽഭാഗത്തായി ഈ വേദന വരുമ്പോൾ ഇത് വേദന പിന്നിലേക്കും പരക്കും. സോ രോഗി എപ്പോഴും മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് ആഞ്ഞിരിക്കും. അപ്പോൾ അത് വേദന കുറയുന്നതായി അനുഭവപ്പെടും. ഉറക്കമുണ്ടാവില്ല, ബിക്കോസ് ഓഫ് ഈ വേദന കൊണ്ട് എപ്പോഴും ഉറക്കമുണ്ടാവില്ല. സോ വേദനയാണ് പ്രധാന ലക്ഷണം. അതൊരു 20 വയസ്സ്, 15 മുതൽ 20 വയസ്സിൽ ഈ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസിൽ, അതായത് നമ്മുടെ കേരളത്തിൽ കാണുന്ന പാൻക്രിയാറ്റൈറ്റിസിൽ 20 മുതൽ 15-20 വയസ്സിൽ തന്നെ ഈ വേദന സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ വേദന വന്ന് രോഗി നരയിക്കുന്നതിനൊപ്പം തന്നെ ഈ പാൻക്രിയാസ് പതുക്കെ അവിടെ ഇരുന്ന് നശിച്ച് എന്ത് സംഭവിക്കും? ഏകദേശം ഒരു 25 മുതൽ 30 വയസ്സിനുള്ളിൽ ഷുഗർ, അതികലശമായ ഡയബറ്റീസ് ഇവർക്ക് വരും. സോ ഡയബറ്റീസ് വളരെ നേരത്തെ വരുന്ന 20-25 വയസ്സ് 30 വയസ്സിലെല്ലാം ഡയബറ്റീസ് വരുന്ന രോഗികളിൽ പാൻക്രിയാസിൻ്റെ ഒരു സ്കാൻ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കാം. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് കേരളത്തിൽ വളരെ കൂടുതലാണ്. സോ പിന്നെ എന്താണ് ഈ പാൻക്രിയാസിൻ്റെ പ്രശ്നം? പിന്നെ പാൻക്രിയാസിന് ഈ നീർക്കെട്ട് വന്നാൽ പിന്നെ എന്താണ് പ്രശ്നം? നീർക്കെട്ട് അവിടെ ഇരുന്ന് പാൻക്രിയാറ്റിക് നാളി അവിടെ ഇവിടെയെല്ലാം ചുരുങ്ങി സ്ട്രിക്ചർ, പാൻക്രിയാറ്റിക് ഡക്ട് സ്ട്രിക്ചർ എന്ന് പറയുന്ന ഈ നാളികളിൽ ചുരുക്കം വരുന്ന അവസ്ഥ വരാം. പാൻക്രിയാസിൽ മുഴുവൻ കല്ല്, അത് നമ്മളുടെ കേരളത്തിൻ്റെ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ്, മലയോര മേഖലകളിൽ കാണപ്പെടുന്ന പാൻക്രിയാറ്റൈറ്റിസിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് കല്ല്. വലിയ കല്ല് പാൻക്രിയാസിൽ ഫോം ചെയ്യാം. പിന്നെന്താണ് പ്രധാന പ്രശ്നം? ഏറ്റവും ഭയപ്പെടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ക്യാൻസറാണ്. ഏകദേശം 40-45 വയസ്സ് വരുമ്പോൾ ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ള രോഗികൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം 16 ഇരട്ടിയായി പറയപ്പെടുന്നു, ഉറപ്പില്ല, വളരെ കൂടുതലാണ്. സോ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത സ്മോക്കേഴ്സ്, അതായത് ഒരുപാട് സ്മോക്കിംഗ് നടത്തുന്നവർക്ക്, നിക്കോട്ടിൻ എടുക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ പാൻക്രിയാറ്റിക് ക്യാൻസർ, അതല്ലാതെ ഈ കല്ലിരുന്ന് ആ ഡക്റ്റ് നശിച്ച് പാൻക്രിയാറ്റിക് ഡക്ട് സ്ട്രിക്ചർ എന്ന് പറയുന്ന ചുരുക്കം, അവിടെ ചില നീർക്കെട്ട്, സ്യൂഡോസിസ്റ്റ് എന്ന് പറയുന്ന നീർക്കെട്ട്, അതല്ലാതെ അവിടെ നെക്രോസിസ്, അതായത് പാൻക്രിയാസിൻ്റെ ഒരു ഭാഗം നശിച്ചു പോവുക, പിന്നെ ആപ്സസ്, പാൻക്രിയാറ്റിക് ആപ്സസ്, പാൻക്രിയാസ് മൊത്തം പഴുപ്പ് കിട്ടുന്ന ചില അവസ്ഥ, ഇങ്ങനെയെല്ലാം ചില കോംപ്ലിക്കേഷൻസാണ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിനെ കൊണ്ടുവരാം. അതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ക്യാൻസറാണ്. കാരണം നമുക്കൊരു വ്യക്തതയില്ല, ആർക്ക് ക്യാൻസർ വരുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ
എന്തെല്ലാം ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക് നോക്കാം. ഏറ്റവും നമ്മളുടെ നാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് CT സ്കാൻ തന്നെയാണ്. CT സ്കാൻ ചെയ്താൽ പാങ്ക്രിയാസിൽ എവിടെയാണ് പാങ്ക്രിയാറ്റൈറ്റിസ്, എത്ര ദൂരത്തേക്ക് ഇതിൽ കല്ലുണ്ട്, അതെല്ലാം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അസോസിയേറ്റഡ് പ്രോബ്ലംസ്, ഇതിന് ഈ പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പിത്തനാളി ചുരുങ്ങാം, അതെല്ലാം നമ്മൾക്ക് ആക്ച്വലി ഒരു CT സ്കാൻ ചെയ്താൽ ഒരുവിധം കാര്യങ്ങളെല്ലാം അതിന് മനസ്സിലാവും. പിന്നെ ഈ മലം പരിശോധിക്കുന്ന പരിശോധനകൾ സാധാരണയായി കേരളത്തിൽ അങ്ങനെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറില്ല. പ്രധാനമായും CT സ്കാൻ തന്നെയാണ്. അതിൽ എപ്പോഴാണ് CT സ്കാൻ ചെയ്യേണ്ടത്? ഒരു ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് പെട്ടെന്ന് വിശപ്പില്ലായ്മ വരിക, പെട്ടെന്ന് ഷുഗർ അൺകൺട്രോൾഡായി മാറുക, എന്ത് കൊടുത്താലും ഷുഗർ കൺട്രോൾ ആവുന്നില്ല, പിന്നെ വണ്ണം കുറഞ്ഞ് ശരീരത്തിനും അങ്ങനെ വണ്ണം പോയിക്കൊണ്ടേയിരിക്കുക, വണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ മൂന്നവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി തിങ്ക് ചെയ്യേണ്ടത് ഈ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് പതുക്കെ ക്യാൻസറായി മാറാൻ ഉള്ളൊരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ ഈ പേഷ്യൻറ്റുകൾക്ക് നമ്മൾ CT സ്കാൻ ചെയ്യണം. CT സ്കാൻ ചെയ്ത് നോക്കിയാൽ ഒരുവിധം വ്യക്തത നമുക്ക് അറിയാം അതിൽ ക്യാൻസർ ഉണ്ടെന്ന്. ഇപ്പം ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എൻഡോ അൾട്രാസൗണ്ട്, അതായത് വായു വഴി ഒരു എൻഡോസ്കോപ്പിൽ അറ്റത്തൊരു സ്കാനിങ് മെഷീൻ ഇറക്കി നമ്മളുടെ പാങ്ക്രിയാസിൻ്റെ ഭാഗത്ത് പോയി ടെസ്റ്റ് ചെയ്യുന്ന എൻഡോ അൾട്രാസൗണ്ട് പരിശോധന, ഇതെല്ലാമാണ് സാധാരണയായി ചെയ്യപ്പെടുന്ന പരിശോധന. ഇനി ഇതിൻ്റെ ചികിത്സകൾ എന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഈ പേഷ്യൻറ്റുകൾക്കെല്ലാം അസഹ്യമായ വേദനയാണ്. വേദനയുടെ ചികിത്സയാണ് പ്രധാനം. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ അതിന് ഏറ്റവും പ്രധാനം എൻസൈം സപ്ലിമെൻ്റാണ്. അതായത് ഈ പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന ജ്യൂസ് ഇപ്പോൾ ക്യാപ്സൂൾ രൂപത്തിൽ ചെറിയ ചെറിയ പെല്ലറ്റ്സ്, ചെറിയ ചെറിയ ഗുളികകളായി, വളരെ നനുത്ത ഗുളികകളായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. വില കൂടുതലാണ്, പക്ഷേ അത് നമ്മളുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു, അത് സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ പാങ്ക്രിയാസിന് റെസ്റ്റും കൊടുക്കുന്നു. സോ ഒരു പാങ്ക്രിയാറ്റിക് എൻസൈം സപ്ലിമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പേഷ്യൻറ്റിന് പെയിൻ മാനേജ്മെൻറ്റ്, വേദന വരുമ്പോൾ എന്തെല്ലാം ചെയ്യാം, അതിനുള്ള ഗുളികകൾ, ഇതെല്ലാം പ്രധാനമാണ്. പിന്നെ അസഹ്യമായ വേദന തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാം. അതില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫാറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, പിന്നെ ഈ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സ്പൈസി ഫുഡ്സ് എല്ലാം കുറച്ച് അവോയ്ഡ് ചെയ്ത് നമ്മൾ എണ്ണ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരളവിന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി എപ്പോഴാണ് ശസ്ത്രക്രിയ? ശസ്ത്രക്രിയ പ്രധാനമായും ക്യാൻസറിന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ശസ്ത്രക്രിയ ചെയ്തിരിക്കണം. സാധാരണ ഇത് തലഭാഗത്താണ് ക്യാൻസർ. അതിന് വിപ്പിൾ പാങ്ക്രിയാറ്റിക് ഡുവോഡെക്ടമി എന്ന് പറയുന്ന ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്താൽ നമ്മൾക്ക് ആ ക്യാൻസർ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ സാധിക്കും. പിന്നെ അസഹ്യമായ വേദനയുണ്ടെങ്കിൽ CT സ്കാൻ എടുത്ത് നോക്കി എങ്ങനെയാണ് പാങ്ക്രിയാറ്റിക് നാളി ഇരിക്കുന്നത്, അതിൽ എത്ര കല്ലുണ്ട്, അതൊന്ന് അസസ് ചെയ്ത് ആക്ച്വലി ലാറ്ററൽ പാങ്ക്രിയാറ്റിക് ജുജിനോസ്റ്റമി ആൻഡ് ഫ്രേസ് പ്രൊസീജിയർ, അതായത് ഇത് പാങ്ക്രിയാസിനെ നമ്മൾ പഴത്തിനെ പൊളിക്കുന്ന പോലെ പൊളിച്ചെടുത്ത് അതിലേക്ക് ചെറുകുടൽ പിടിപ്പിക്കുന്ന ഫ്രേസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ചില ശസ്ത്രക്രിയകൾ ചെയ്താൽ രോഗികൾക്ക് ഒരുപാട് നാൾ വേദനയില്ലാതെ ജീവിക്കാൻ സാധിക്കും. പിന്നെ ഷുഗർ വന്നാൽ വന്നത് തന്നെയാണ്. പാങ്ക്രിയാറ്റൈറ്റിസിൽ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് ഷുഗർ വന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതിന് മരുന്നുകൾ കൃത്യമായി കഴിക്കുക, അതിന് ഇൻസുലിൻ കൊടുക്കുക, ഇൻസുലിൻ രോഗി സ്വയം എടുക്കണം. സോ അതെല്ലാമാണ് ആ ഒരു ആസ്പെക്റ്റ്. സോ ഇൻ ജനറൽ നോക്കിക്കഴിഞ്ഞാൽ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. നമ്മളതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുത്താൽ എപ്പോൾ ക്യാൻസറിന് സംശയം തോന്നുന്നു അപ്പോൾ ഉടനെ ഒരു CT സ്കാൻ എടുത്ത് അതിനുള്ള ശസ്ത്രക്രിയ ചെയ്താൽ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പിന്നെ സ്റ്റോപ്പ് ആൽക്കഹോൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും മദ്യപിക്കരുത്, പുകവലിക്കരുത്. ഒരു പാങ്ക്രിയാറ്റൈറ്റിസ് രോഗി എണ്ണ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ, സ്പൈസ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സംസാരിച്ച ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അതിലൊരു ബെൽ ബട്ടണുണ്ട്, അത് അമർത്തുക. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.